Dear children, today let us learn about some of the properties of polymers. The first one is tensile strength. Actually, the tensile strength of a material quantifies how much stress the material will endure before failing. In general, tensile strength of a polymer increases with polymer chain length. ഇപ്പൊ ടെൻസൈൽ സ്ട്രെങ്ത് എന്താന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഒരു മെറ്റീരിയലിന് താങ്ങാൻ പറ്റാവുന്ന സ്ട്രെങ്ത് അല്ലെങ്കിൽ സ്ട്രെസ്, അതിനുശേഷം ഈ ടെൻസൈൽ സ്ട്രെങ്ത് താങ്ങിയതിന് ശേഷം അത് ചിലപ്പോൾ പൊട്ടിപ്പോകും. അപ്പൊ താങ്ങാൻ പറ്റാവുന്ന ശക്തി, അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് എന്ത്, ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇപ്പൊ ടെൻസൈൽ സ്ട്രെങ്ത്തും സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിലുള്ള ഗ്രാഫാണ് ഈ കാണിച്ചിരിക്കുന്നത്. സ്ട്രെസ് അപ്ലൈ ചെയ്യുന്നതനുസരിച്ച് സ്ട്രെയിൻ ആദ്യം കൂടുന്നൊന്നുമില്ല. നമ്മൾ സ്ട്രെസ് കൂട്ടിക്കൊണ്ടിരിക്കുന്നതനുസരിച്ച് എന്താ പറയുക, സ്ട്രെയിൻ കാര്യമായിട്ടൊന്നും സംഭവിക്കണില്ല. അതിനുശേഷം അതിൻ്റെ ഒരു എന്താ പറയുക എലോങ്ങേഷൻ അല്ലെങ്കിൽ നീണ്ടു പോകുന്നുണ്ട്. പോളിമർ വലിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ സ്ട്രെസ് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൽ കൂടുന്നു. അതിനുശേഷം ഇവിടെ എത്തിക്കഴിയുമ്പോൾ അത് പൊട്ടിപ്പോകുന്നു. അപ്പൊ ഇത്രയും സ്ട്രെങ്ത് ആ മെറ്റീരിയലിന് താങ്ങാൻ പറ്റുന്നുണ്ട്. അതന്നെയാണ് നമ്മൾ വിളിക്കുന്നത് ടെൻസൈൽ സ്ട്രെങ്ത്. The strength of a material is its capacity to withstand destruction under the action of external loads. It determines the ability of a material to withstand stress without failure. ഞാൻ പറഞ്ഞു പൊട്ടിപ്പോവാതെ അത്രയും സ്ട്രെസ് താങ്ങാൻ പറ്റണം. The maximum stress that any material will withstand before destruction is called ultimate strength. രണ്ടുപേര് ഇത് വളയ്ക്കാൻ നോക്കുന്നു, അത്രയും സ്ട്രെസ് താങ്ങുന്നു, വളച്ച് അവസാനം ഒരു പൊസിഷനിൽ അത് ഒടിയും. അപ്പൊ അതാണ് അതിന്റെ ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. രണ്ടുപേരും കൂടെ ഒരു മെറ്റീരിയൽ വലിക്കുന്നതനുസരിച്ച് ഈ മെറ്റീരിയൽ വലിഞ്ഞു അവസാനം ഇത് ബ്രേക്ക് ചെയ്യും. അപ്പൊ അത്രയും ടെൻസൈൽ സ്ട്രെങ്ത് ആണ് അതിനെ താങ്ങാൻ പറ്റുക. Experience shows that any material subject to a load may either deform, yield or break depending upon the magnitude of load, nature of the material and cross-sectional diameter. അതായത് ഏത് മെറ്റീരിയലും സ്ട്രെസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഡിഫോർമേഷൻ, ഞാൻ പറയും വലിയൽ വരും, പിന്നെ ഈൽഡ്, വലിയൽ കൂടുതലാവും, ഏറ്റവും അവസാനം അത് ബ്രേക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ the sum total of all the elementary interatomic forces or internal resistance in which the material is called upon to exert to contract the applied load is called stress. The stress is expressed as force divided by cross-sectional area. സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും F/A0 ആണ്. A0 ആണ് ഇതിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ. ഈ സിലിണ്ടറിനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കേണ്ട, അപ്പൊ അതാണ് F. അപ്പൊ F/A0 ഫോഴ്സ് ബൈ ക്രോസ് സെക്ഷണൽ ഏരിയ, അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് സ്ട്രെസ്. ഇനി സ്ട്രെയിൻ എന്താ? സ്ട്രെയിനും സ്ട്രെസ്സും കൂടെയാണ് നമ്മൾ ഗ്രാഫ് സാധാരണയായിട്ട് പ്ലോട്ട് ചെയ്യുക. എന്നിട്ട് അത് ബ്രേക്ക് ചെയ്യുന്ന പൊസിഷൻ വരെയുള്ള പോയിന്റിനെയാണ് നമ്മൾ ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് വിളിക്കുന്നത്. Strain is the dimensional response given by material against mechanical loading, deformation produced per unit length. നമ്മൾ സ്ട്രെസ് അപ്ലൈ ചെയ്യുന്ന അനുസരിച്ച് മെറ്റീരിയൽ ഒരു ഡിഫോർമേഷൻ വരുന്നുണ്ട്, അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് സ്ട്രെയിൻ. മാത്തമാറ്റിക്കലി സ്ട്രെയിൻ ഇസ് ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്. സ്ട്രെയിൻ എന്താ? മാത്തമാറ്റിക്കലി സ്ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര നീണ്ടിട്ടുണ്ട്, നോക്കി ഇവിടെ ഇത്രയും നീണ്ടു, ഈ സിലിണ്ടർ ഇത്രയും നീണ്ടിട്ടുണ്ട്. സിലിണ്ടർ അല്ലല്ലോ, റെക്ടാങ്കുലർ പീസ് ഓഫ് വുഡ് അല്ലെങ്കിൽ പോളിമർ ആണ്. അതിനെ നമ്മൾ വലിച്ചപ്പോ ഇത്രയും നീണ്ടു. അപ്പൊ ആ നീണ്ടതാണ് എന്ത്? ചേഞ്ച് ഇൻ ലെങ്ത്. ഒറിജിനൽ ലെങ്ത് എന്തായിരുന്നു? L. അപ്പൊ ΔL/L, അതാണ് എന്ത്? സ്ട്രെയിൻ. ഈ സ്ട്രെസ്സും സ്ട്രെയിനും കൂടെ പ്ലോട്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്ട്രെസ് Y ആക്സിസിൽ പ്ലോട്ട് ചെയ്യുന്നു, സ്ട്രെയിൻ X ആക്സിസിൽ പ്ലോട്ട് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ഗ്രാഫ് ഏറ്റവും ആദ്യം ഏകദേശം ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, കാരണം കാര്യമായ
വലിയലൊന്നും വരില്ല സ്ട്രെസ് അപ്ലൈ ചെയ്യുന്നതിന് ശേഷം. പക്ഷെ ഒരു പോയിന്റ് എത്തിക്കുമ്പോൾ എലാസ്റ്റിക് ലിമിറ്റ് കഴിയുമ്പോൾ അത് വലിയാനും സ്ട്രെയിൻഡ് ആവാനും തുടങ്ങും. അവസാനം ഇത് ഈ പൊസിഷനിൽ ബ്രേക്ക് ചെയ്യുകയും ചെയ്യും. ഇപ്പൊ ഇതിൽ ആദ്യത്തെ ഭാഗം സ്ട്രെയിറ്റ് ലൈൻ ആണ്. ആ സ്ട്രെയിറ്റ് ലൈൻ ഭാഗത്തിന്റെ സ്ലോപ്പിനെയാണ് നമ്മൾ വിളിക്കുന്നത് മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി. ഇതിന് വേറൊരു പേരും കൂടെ ഉണ്ട്, യങ്സ് മോഡുലസ് എന്നും വിളിക്കും. സോ മോഡുലസ് ഓഫ് elasticity, a measure of a material's ability to regain its original dimensions after the removal of a load or force, is called modulus of elasticity. The modulus is the slope of the straight line portion of the stress strain diagram up to the proportional limit. ഞാൻ പറഞ്ഞ ഈ സ്ലോപ്പ് ആണെന്ത് മോഡുലസ്. ഇപ്പൊ മോഡുലസ് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. എന്താ പറയാ, സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ, അതാണ് എന്ത് മോഡുലസ്. നമ്മൾ വേറൊരു ടേം പോളിമേഴ്സ് പറയുമ്പോൾ സാധാരണയായിട്ട് പറയുന്ന ഒരു ടേം ആണ് ക്യൂർ ടൈം. ക്യൂർ ടൈം എന്ന് പറഞ്ഞാൽ ക്യൂർ ചെയ്യാൻ എടുക്കുന്ന ടൈമിന്റെ പേരാണ് ക്യൂർ ടൈം എന്ന് പറയുന്നത്. അതായത് ഒപ്റ്റിമം വിസ്കോസിറ്റി, അത്യാവശ്യം വിസ്കസ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിട്ട് മാറാൻ, അല്ലെങ്കിൽ മോഡുലസ് അല്ലെങ്കിൽ സ്ട്രെങ്ത് ഉള്ള ഒരു മെറ്റീരിയൽ ആയിട്ട് മാറാൻ എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ വിളിക്കുന്നത് ക്യൂർ ടൈം എന്ന് പറയുന്നത്. ഈ ക്യൂർ ടൈമിലാണ് ബോൺസ് ഉണ്ടാവുക. ക്യൂർ ടൈം കൊണ്ട് അവിടെ ബോൺസ് ഫോം ചെയ്യും. ഇത് ടെൻസൈൽ സ്ട്രെങ്ത് കൂടുതലുള്ള ഒരു മെറ്റീരിയൽ ആയിട്ട് മാറും. ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യൂർ ടൈമിന് ഒരു എക്സാമ്പിൾ നമ്മുടെ റബ്ബറാണ്. നമ്മുടെ റബ്ബർ പാല് കളക്ട് ചെയ്തിട്ട് നമ്മളതിനെ ആസിഡ് ഇട്ട് വെച്ച് കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് അതിന് എന്താ പറയാ, അതൊരു കട്ടയാവും. ആ കട്ടയായിട്ട് നമ്മൾ അതിനെ ഷീറ്റ് ആക്കും. അപ്പൊ ഒരു ദിവസത്തോളം വെക്കണം അതിന്. ആ കട്ടയാവാൻ എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ വിളിക്കുന്നത് ക്യൂർ ടൈം എന്ന് പറയുന്നത്. So it refers to the length of time needed for something to fully cure. Many substances needed cure time to fully cure. Examples are epoxies, glues, resins, concrete, etc. In a rubber compound, cure time is the length of time to reach optimum viscosity or modulus at a certain temperature. In an adhesive, it is the amount of time required for an adhesive to cure fully. If an adhesive is not fully cured, the bond will fail. Cure time is very useful for checking the substance's durability. ഒരു പശയാണ് നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ അത് സെറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം, അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് എന്ത് ക്യൂർ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ക്യൂർ ടൈം ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എലാസ്റ്റിസിറ്റി ആണ് നമ്മൾ പറയുന്നത്. എലാസ്റ്റിസിറ്റി, മിക്ക പോളിമേഴ്സും എലാസ്റ്റിക് ആണ്. അപ്പൊ എലാസ്റ്റിസിറ്റി കൊണ്ട് നമ്മൾ എന്താ മീൻ ചെയ്യുന്നത്? The property of a material by virtue of which deformation caused by applied load disappears upon removal of load. നമ്മൾ എലാസ്റ്റിക് ആയിട്ടുള്ള റബ്ബർ ബാൻഡ്സ് കണ്ടിട്ടുണ്ട്. നമ്മൾ വലിക്കുന്നു, വലിച്ചതിന് ശേഷം നമ്മൾ ആ ശക്തി, വലിക്കാൻ വേണ്ടി നമ്മൾ ശക്തി അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ ശക്തിനെ നമ്മൾ പിന്നെ വിടുവിക്കുകയാണ്. പിന്നെ നമ്മൾ ശക്തി അപ്ലൈ ചെയ്യുന്നില്ല. അപ്പൊ ഈ റബ്ബർ ബാൻഡ് തിരിച്ച് പഴയ പൊസിഷനിലേക്ക് വരും. അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് എലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. സോ അതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക? ദ പ്രോപ്പർട്ടി ഓഫ് മെറ്റീരിയൽ ബൈ വെർച്യൂ ഓഫ് വിച്ച് ഡിഫോർമേഷൻ കോസ്ഡ് ബൈ അപ്ലൈഡ് ലോഡ് disappears upon removal of load. Elasticity of a material is the power of coming back to its original position after deformation when the stress or load is removed. ഇത് ഒറിജിനൽ പൊസിഷനിലേക്ക് പോളിമർ തിരിച്ചു വരും. സ്ട്രെസ് അപ്ലൈ ചെയ്തത് നമ്മൾ റിമൂവ് ചെയ്യുകയാണെങ്കിൽ, സ്ട്രെസ് അപ്ലൈ ചെയ്യുന്നത് നിർത്തുവാണെങ്കിൽ. ഇത് നോക്കിക്കേ, ഇത് ഈ മെറ്റീരിയൽ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. ഫോഴ്സ്, മെറ്റീരിയലിലെ മോളിക്യൂൾസ് ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്നു. അപ്പൊ എന്താ, ബോൺസ് സ്ട്രെച്ച്ഡ് ആവുന്നുണ്ട്. ബോൺസ് നന്നായിട്ട് സ്ട്രെച്ച്ഡ് ആവുന്നുണ്ട്. പിന്നെ നമ്മൾ ആ ഫോഴ്സ് നിർത്തി കഴിഞ്ഞപ്പോ അത് പഴയ പോലെ തന്നെ പൊസിഷനിലേക്ക് പോയി, പഴയ പൊസിഷനിലേക്ക് നീങ്ങുന്നു. അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് എലാസ്റ്റിസിറ്റി. എലാസ്റ്റിക് മീൻസ് റിവേഴ്സിബിൾ. ഇത് ബിഫോർ ലോഡിംഗ് ആണ്. ലോഡിങ്ങിന് ശേഷം മുമ്പ് പോളിമർ ഇങ്ങനെ ഇരിക്കുന്നു.
ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് എന്താ പറയാ, ലോഡ് വെച്ച് കഴിഞ്ഞപ്പോൾ ഇത് അമർന്നു, ലോഡ് എടുത്ത് മാറ്റി. അപ്പൊ ഇത് വീണ്ടും പഴയതുപോലെ ആയി, അപ്പൊ ഇവിടെ സ്ട്രെസ് ഇസ് ഇക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആൻഡ് സ്ട്രെയിൻ ഇസ് ഇക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ. ഇപ്പൊ യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഇ എന്നാണ് റെപ്രസെന്റ് ചെയ്യുക, സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. അപ്പൊ എഫ് ബൈ എ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എൽ ബൈ എൽ, അതാണ് എന്ത്, ഈ യങ്സ് മോഡുലസ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതായിരുന്നു. അപ്പൊ ഇങ്ങനത്തെ മെറ്റീരിയൽസിനെയാണ് നമ്മൾ എലാസ്റ്റിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. പഴയതുപോലെ തന്നെ വരുന്നു. പ്ലാസ്റ്റിസിറ്റി എന്താന്ന് നോക്കാം. The plasticity of a material is its ability to undergo some degree of permanent deformation without rupture or failure. എലാസ്റ്റിറ്റി ഓപ്പോസിറ്റ് ആണ് ശരിക്കും പ്ലാസ്റ്റിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പ്ലാസ്റ്റിറ്റിയിൽ വരുന്നത് നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഡിഫോർമേഷൻ വരും, ലോഡ് അപ്ലൈ ചെയ്യൽ നിർത്തുമ്പോഴും അതേ ഡിഫോർമേഷൻ അതേപോലെ തന്നെ ഇരിക്കും. അതായത് ചെറുതായിട്ട് ഒരു വലിയൽ അതിന് പെർമനന്റ് ആയിട്ട് വരും. അങ്ങനെയുള്ള സബ്സ്റ്റൻസിനെയാണ് നമ്മൾ വിളിക്കുന്നത് പ്ലാസ്റ്റിറ്റി. പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ വിൽ ടേക്ക് ഓൺലി ആഫ്റ്റർ ദി എലാസ്റ്റിക് ലിമിറ്റ് ഇസ് എക്സീഡഡ്. അതായത് നമ്മൾ വലിക്കുന്നു, വലിച്ച് ആദ്യം കുറെ ഭാഗം എലാസ്റ്റിക് ആയിരിക്കും, അതിനുശേഷം നമ്മൾ വലിച്ചുകൊണ്ടിരുന്ന ചിലപ്പോൾ അത് പ്ലാസ്റ്റിക് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഇവിടെ എലാസ്റ്റിക് ആണ് ഈ ഭാഗത്ത്, പിന്നെ നമ്മൾ വലിക്കുന്ന അനുസരിച്ച് എന്താ പറയാ, ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന അനുസരിച്ച് അത് പ്ലാസ്റ്റിക് ആയിട്ട് വരികയാണ്. പ്ലാസ്റ്റിറ്റി ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അടുത്തൊരു പ്രോപ്പർട്ടി എലോങ്ങേഷൻ അറ്റ് ബ്രേക്ക് ആണ്. എലോങ്ങേഷൻ അറ്റ് ബ്രേക്ക് ഇസ് ഓൾസോ നോൺ ആസ് ഫ്രാക്ചർ സ്ട്രെയിൻ. It is a ratio between changed length and initial length after breakage of the test specimen. It expresses the capability of natural plant fiber to resist changes of shape without crack formation. Elongation at break എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടി നമുക്ക് പലപ്പോഴും ഡിസ്കസ് ചെയ്യേണ്ടതായിട്ട് വരും. അതിനെ ഫ്രാക്ചർ സ്ട്രെയിൻ എന്നും കൂടി വിളിക്കാറുണ്ട്. അപ്പൊ ചേഞ്ച് ചെയ്ത ലെങ്ത്തും ഇനീഷ്യൽ ലെങ്ത് ഇതിനെയാണ് നമ്മൾ എലോങ്ങേഷൻ അറ്റ് ബ്രേക്ക് എന്ന് വിളിക്കുന്നത്. പക്ഷെ ഈ സമയത്ത് ഈ സ്പെസിമെൻ നമ്മൾ വലിച്ച് ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവണം. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു ഇരുമ്പ് കഷ്ണമാണ് ഇരിക്കുന്നത്. ആ ഇരുമ്പ് കഷ്ണത്തിന് നമ്മൾ ബ്രേക്ക് ചെയ്തതിന് ശേഷമുള്ള ലെങ്ത് എത്രയാന്ന് മെഷർ ചെയ്യുക, പിന്നെ തുടക്കത്തിലുള്ള ലെങ്ത് എത്രയാന്ന് മെഷർ ചെയ്യുക. അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് എലോങ്ങേഷൻ അറ്റ് ബ്രേക്ക്. അടുത്ത ഒരു ടേം നമ്മൾ സാധാരണ പോളിമേഴ്സിനെ കുറിച്ച് പറയുന്നത് സ്ട്രെസ് റിലാക്സേഷൻ എന്നാണ്. സ്ട്രെസ് റിലാക്സേഷൻ ഇസ് when a material experiences a constant strain, the stress will tend to decrease with time. നമ്മളൊരു മെറ്റീരിയൽ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള സ്ട്രെയിൻ, ഒരേപോലത്തെ ഒരു ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ നേരം കഴിയുമ്പോൾ എന്താ പറയാ, സ്ട്രെസ്, അതിന് ഫീൽ ചെയ്യുന്ന സ്ട്രെസ് കുറവായിരിക്കും. അതിന് സ്ട്രെസ് ഡിക്രീസ് ചെയ്യുന്നുണ്ട്, ടൈം അനുസരിച്ച് സ്ട്രെസ് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ സ്ട്രെസ്സും ടൈമും കൂടെ പ്ലോട്ട് ചെയ്യാണ്. നമ്മൾ സ്ട്രെസ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പൊ അതിന് മെറ്റീരിയൽ നന്നായി ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ സ്ട്രെസ് അപ്ലൈ ചെയ്യുമ്പോൾ അതിന് ഫീൽ ചെയ്യുന്ന സ്ട്രെസ് കുറഞ്ഞു വരികയാണ്. അതായത് ടൈം അനുസരിച്ച് അത് കുറഞ്ഞു വരികയാണ്. ഈ സമയത്തിനെയാണ് നമ്മൾ വിളിക്കുന്നത് സ്ട്രെസ് റിലാക്സേഷൻ. അതായത് ഇവിടുത്തെ സ്ട്രെസ് റിലാക്സ്ഡ് ആയി, അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് സ്ട്രെസ് റിലാക്സേഷൻ. So when a material experiences a constant strain with stress will tend to decrease with time. It is called stress relaxation. Next term is hardness. Hardness is a fundamental property which is closely related to strength. Hardness is usually defined in terms of the ability of a material to resist scratching, abrasion, cutting, indentation or penetration. Methods used for determining hardness is Brinell hardness tester, Rockwell hardness tester, Vickers hardness tester. ഹാർഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, കട്ടിയാണ്. കട്ടീനെയാണ് നമ്മൾ ഹാർഡ്നെസ് എന്ന് പറയുന്നത്. സ്ട്രെങ്ത് തന്നെയാണ് ശരിക്കും ഹാർഡ്നെസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് അതിനെ തുളയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്താ പറയാ, ഹാർഡാന്ന് പറയും. ആ തുളയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഹാർഡാന്ന് പറയും. തുളയ്ക്കാൻ
പെട്ടെന്ന് പറ്റുവാണെങ്കിൽ നമ്മളത് സോഫ്റ്റ് ആണെന്നും പറയും. അപ്പൊ ഹാർഡ്നെസ് എന്ന് പറയുന്നത് തുളയ്ക്കാൻ പറ്റായിക, അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് ഹാർഡ്നെസ് എന്ന് പറയുന്നത്. അതായത് റെസിസ്റ്റൻസ് ടു പെനിട്രേഷൻ, പെനിട്രേഷൻ തുളയ്ക്കുക, ഇൻഡന്റേഷനും അത് തന്നെയാണ്, തുളയ്ക്കല്. അല്ലെങ്കിൽ സ്ക്രാച്ചിങ്, സ്ക്രാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാന്തി പോറൽ ഉണ്ടാക്കുന്നതാണ്. അബ്രേഷൻ, അതൊക്കെ തേയ്മാനമാണ്. അതൊന്നും വരാതെ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്വഭാവത്തിനെയാണ് നമ്മൾ ഹാർഡ്നെസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഹാർഡ്നെസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റേഴ്സ് ആണ് ബ്രിനൽ ഹാർഡ്നെസ് ടെസ്റ്റ്, റോക്ക്വെൽ ഹാർഡ്നെസ് ടെസ്റ്റ്, വിക്കേഴ്സ് ഹാർഡ്നെസ് ടെസ്റ്റർ ഒക്കെ. ക്രീപ്പ് ആണ് അടുത്ത ഒരു ടേം ആണ് ക്രീപ്പ്. The slow and progressive deformation of a material with time at constant stress is called creep. Depending on temperature, stresses even below the elastic limit can cause some permanent deformation. It is most generally defined as time-dependent strain occurring under stress. ക്രീപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു സ്ലോ ആയിട്ടുള്ള ഡിഫോർമേഷൻ വിത്ത് ടൈം, അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് ക്രീപ്പ് എന്ന് പറയുന്നത്. കോൺസ്റ്റന്റ് സ്ട്രെസ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സ്ലോ ആൻഡ് പ്രോഗ്രസീവ് ഡിഫോർമേഷൻ ഓഫ് എ മെറ്റീരിയൽ. ഓക്കെ, ഇനി stresses even below the elastic limit can cause some permanent deformation. അതായത് നമ്മൾ എലാസ്റ്റിക് ലിമിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ സ്ട്രെസ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പെർമനന്റ് ആയിട്ട് വലിഞ്ഞു പോയിരിക്കും, അല്ലെങ്കിൽ പെർമനന്റ് ഡിഫോർമേഷൻ സംഭവിക്കും. അപ്പൊ ടൈം ഡിപ്പെൻഡന്റ് സ്ട്രെയിൻ തന്നെയാണ്, സ്ട്രെസ് അപ്ലൈ ചെയ്യുമ്പോഴുള്ള ടൈം ഡിപ്പെൻഡന്റ് സ്ട്രെയിനെയാണ് നമ്മൾ ക്രീപ്പ് എന്ന് വിളിക്കുന്നത്. ക്രീപ്പ് എന്ന് പറയുന്നത് പോളിമേഴ്സിന്റെ ഒരു പ്രത്യേകതയാണ്. സ്ലോ ആൻഡ് പ്രോഗ്രസീവ് ഡിഫോർമേഷൻ ഓഫ് എ മെറ്റീരിയൽ വിത്ത് ടൈം അറ്റ് കോൺസ്റ്റന്റ് സ്ട്രെസ്, ഇതിനെയാണ് ക്രീപ്പ് എന്ന് വിളിക്കുന്നത്. ഈ ഡെഫിനിഷൻസ് എല്ലാം പഠിക്കുക, എന്താണെന്ന് അറിയുക. ഓക്കെ, ഇനിയും കുറച്ച് ഡെഫിനിഷൻസും കൂടി ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.